ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെൽഫ് കെയർ വീഡിയോ കേട്ടോ. ആഴ്ചയിൽ ഇപ്പം 7 ദിവസമില്ലേ, 7 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾക്കേതായിട്ട് മാറ്റി വെക്കുക. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഉറങ്ങാൻ ഇഷ്ടമാണ്, ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, ടി വി കാണാൻ ഇഷ്ടമാണ്, അങ്ങനെ കുറേ ഇഷ്ടങ്ങളുണ്ടല്ലോ. പലർക്കും പല ഇഷ്ടങ്ങളുണ്ടല്ലോ. നമ്മൾ ഓരോ ആഴ്ചയിലും നമുക്ക് ഓരോരോ തിരക്കുകളും ബിസിയും ജോലിയും പഠിത്തം സ്കൂള് കോളേജ് അങ്ങനെ പല 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 ജോലികളൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു ദിവസം ഇപ്പോൾ സൺഡേ ആയിരിക്കും എല്ലാവർക്കും ഫ്രീ ഒക്കെ കിട്ടുന്നത്. അപ്പം മാക്സിമം എല്ലാവരും അത് വീട്ടിൽ തന്നെ ചിലവഴിക്കാനോ അല്ലെങ്കിൽ ഉറങ്ങാനോ ഒക്കെ ആയിരിക്കും യൂസ് ആക്കുന്നത്. അല്ലെങ്കിൽ ചിലരൊക്കെ ചെറിയ വെളിയിലൊക്കെ പോയി കറങ്ങും. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നത് നമ്മുടെ ഒരു ബോഡിക്ക് അതൊരു റിലാക്സ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനെ നോക്കുക, പിന്നെ മുടി നോക്കുക, കയ്യിലെ കാലിലേക്ക് നഖം വെട്ടുക, അതൊക്കെ ഒന്ന് ചെയ്യുന്നൊരു സെൽഫ് കെയർ അല്ലെങ്കിൽ ഒരു അതെടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യം കേട്ടോ. അങ്ങനെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു സെൽഫ് കെയർ വീഡിയോ കേട്ടോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഞാൻ വീട്ടിലുള്ളപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പാക്ക് വരുത്തേക്കും, പിന്നെ മുടിയിൽ എന്തെങ്കിലുമൊക്കെ വരുത്തേക്കും. ഇതൊക്കെ തന്നെ കേട്ടോ എൻ്റെ പരിപാടി. അപ്പം ഇന്ന് ഞാനത് ചെയ്യാൻ പോകണം. അപ്പം ഞാനോർത്തും നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് എൻ്റെ ഒരു ചെറിയൊരു റൊട്ടീൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇപ്പം എൻ്റെ മുഖം നല്ലോണം കുരുക്കളും ആക്നെയും സ്കിന്നെല്ലാം ഒരുമാതിരി ഇരിക്കുകയാണ്. ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ തലയിൽ നല്ലോണം ഡാൻഡ്രഫ് ഉണ്ട്. താരൻ്റെ പേട്ടയാണ് ഗൈസ്. എങ്ങനെയാണ് ഈ താരൻ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ചൊറിയുമ്പോൾ തന്നെ പൊഴിഞ്ഞു പോകുന്ന കാണാം, ഇതിനകത്തോട് കാണത്തില്ല. അപ്പോൾ അത് കളയാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് എടുത്തതെന്ന് വെച്ചാൽ ഞാൻ കുറേ യൂട്യൂബൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ട്രൈ ചെയ്യുക കേട്ടോ. എനിക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് അവസാനം ഞാൻ പറയാം കേട്ടോ. നമ്മുടെ കടുകില്ലേ, കടുക് അരച്ച് അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്തിട്ട് തേക്കാൻ ഇങ്ങനെ കുറേ വീഡിയോസിൽ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കേട്ടു. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്യാൻ പോകണം. ഞാൻ കുറേ ഷാമ്പൂ ഇട്ടു, പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ എന്തൊക്കെയോ ഷാമ്പൂ വാരി തേച്ചു, എന്നിട്ടൊന്നും എൻ്റെ ഡാൻഡ്രഫ് പോകുന്നില്ല. അപ്പോൾ അവസാനം ഒരു പ്രയോഗമാണ് ഈ കടുകെന്ന് പറയുന്നത്. ചിലരത് പറയുന്നുണ്ട് നല്ലോണം പൊള്ളും, നീറും, മുടി പൊഴിയും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതുകൊണ്ട് കുറച്ച് നാൾ അതിങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു കടുക് തേക്കണം. പക്ഷേ ഇപ്പം അവസാന ഘട്ടമായി. ഇനി ഇത് പിടിച്ചുകൊണ്ടിരുന്ന ഒരു രക്ഷയില്ല, അതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനും കൂടി റിസൾട്ട് ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഡോക്ടറിനെ പോയി കാണാനാണ് എൻ്റെ തീരുമാനം. സോ ഞാൻ അതിനായിട്ട് കടുകെടുത്ത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത സമയത്തെങ്കിലും ഞാൻ തലയിൽ താളി തേക്കും. പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് പേരയിൽ അരച്ച് തേക്കുക. ഇതൊക്കെ ആയിട്ട് എൻ്റെ പരിപാടി. പിന്നെ താരം പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ് ഞാൻ തേക്കുന്നത്. പിന്നെ മുഖത്ത് നല്ലോണം കുറച്ച് ട്രാവലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ എൻ്റെ മുഖം മൊത്തം ഡാർക്ക് സ്പോട്ടും പിന്നെ ടാനും എല്ലാം അടിച്ചിട്ടുണ്ട്. മൂക്കിലൊക്കെ കുരു കണ്ടു. ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്കും ഒക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എൻ്റെ കൈ നല്ലോണം ഷോക്കായിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കി നഖമൊക്കെ ഒന്ന് വെട്ടി ക്യൂടെക്സൊക്കെ അടിച്ച്, അപ്പം അതൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കടുക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഇതാണ് ആ സംഭവം. കടുക് മിക്സിയിലിട്ട് അരച്ചിട്ട് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാദ്യം നമുക്ക് തലയിൽ തേക്കാം. അതിനുശേഷം നമുക്ക് ഫേസിലെ പരിപാടിയിലേക്ക് നോക്കാം. ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെ വരും എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ട്രൈ ചെയ്യാം. കുറച്ച് നേരം വെക്കുന്നുള്ളൂ, കാരണം നീറ്റെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പലർക്കും പല സ്കിന്നിൽ ഇത് പെട്ടെന്ന് പഴകിയിട്ടുണ്ടെങ്കിൽ പറയുന്നു, അറിയില്ല. നമുക്ക് നോക്കാം. ഇതൊന്ന് തേക്കട്ടെ. ഗൈസ്, ഇതാണ്ട് ഞാനിപ്പം കടുകെല്ലാം തേച്ചു. നല്ല നീറ്റിലുണ്ട് ഗൈസ്. നല്ല നീറ്റിലെന്ന് വെച്ചാൽ നല്ല പുകഞ്ഞ് പണ്ടാരം അടങ്ങുവാണ്. സോ ഇത് കളയണമല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് തേച്ചത്. അപ്പം ഇതൊക്കെ തേക്കുന്നവർ ഈ പുകച്ചിലൊക്കെ അനുഭവിക്കാൻ പറ്റുന്നവർ മാത്രം തേക്കുക കേട്ടോ. നല്ല നീറ്റിലുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അമ്മാതിരി നീറ്റിലാണ്. അപ്പം പെട്ടെന്നൊന്ന് കഴുകിക്കളയണം എല്ലാം എനിക്ക് പറ്റത്തില്ല. നല്ല നീറ്റിലുണ്ട്. സോ ഒരു 5 മിനിറ്റെങ്കിലും നമുക്കിത് വെച്ചിട്ട് പെട്ടെന്ന് കഴുകിക്കളയാം. ഒരു ഷാമ്പൂ ഇട്ടിട്ട് നല്ലോണം കഴുകിക്കളയാം. നല്ല നീറ്റിലുണ്ട്. സോ അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഞാനിപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് ഞാൻ മുഖത്ത് തേക്കാനുള്ള ഫസ്റ്റ് ഒരു പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു മസാജിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടിക്കകത്ത് കുറച്ച് തൈര് ആഡ് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഞാനതിനകത്ത് കുറച്ച് അരിപ്പൊടിക്കകത്ത് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് മുഖത്തിട്ടിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്യാം. ശേഷം ഇത് കഴിഞ്ഞിട്ടൊരു പാക്കും കൂടി ഇടാം. ഓക്കെ, പാക്ക് ഇടുമ്പം മുഖത്ത് മാത്രം ഇടാതെ കഴുത്തിലും കൂടി ഇടുക കേട്ടോ. അല്ലെങ്കിൽ കഴുത്തൊരു കളറ്
മുഖം ഒരു കളർ. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇടുന്നത് ഒരിക്കലും കളർ വെക്കാനൊന്നുമല്ല. നമ്മുടെ മുഖത്തെ അഴുക്ക്, പിന്നെ ടാന്, ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടോ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ വെളുത്തിട്ട് പാർത്തൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇതൊന്നും ചെയ്യുകയും ചെയ്യരുത്. നമ്മുടെ മുഖം ഒന്ന് സ്മൂത്ത് ആവാനും ആ ഒരു ഇതൊക്കെ പോകത്തില്ലേ, വേസ്റ്റ് മുഖത്തെ, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കേട്ടോ ഇതൊക്കെ മെയിനായിട്ടും യൂസ് ആക്കുന്നത്. കഴുകി ആ അരിപ്പൊടി ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തപ്പോൾ തന്നെ മുഖം ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് എന്ന് പറയുന്നത് പപ്പായയും കുറച്ച് ബ്രൂവും പിന്നെ കുറച്ച് എന്തായിരുന്നു മഞ്ഞൾപ്പൊടിയല്ലേ, അത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി കേട്ടോ, അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പാക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ തന്നെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ആ പാക്ക് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫേസിൻ്റെ ഒരു എക്സസൈസ് പോലെ നമുക്കിതൊന്ന് ചെയ്ത് കൊടുക്കാം. എക്സസൈസ് അല്ല, സോറി, നമ്മുടെ പഫ്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ നല്ലോണം എനിക്കിപ്പം വണ്ണം വെച്ചതുകൊണ്ട് മുഖമൊക്കെ വണ്ണം വെച്ച് ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഗൈസ്, കുളിയൊക്കെ കഴിഞ്ഞു, ഞാൻ വന്നേക്കുവാണ്. ഇപ്പം തന്നെ മുഖത്ത് നല്ല ചേഞ്ചസ് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഡാർക്ക് സ്പോട്ടും പിന്നെ ഡാർക്ക് സ്പോട്ടല്ല, ടാനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ആയിട്ടുണ്ട്. സോ ഇത് കഴിഞ്ഞിട്ട് ഞാനിനി ഒന്ന് മുഖം ഒന്ന് ആവി പിടിക്കും. ആവി പിടിക്കുമ്പോൾ നമ്മുടെ ആ പോർസൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് ഒന്ന് സെറ്റാവും. ഞാൻ പോയിട്ട് ആവി പിടിച്ചിട്ട് വരാവേ. ഞാൻ ജസ്റ്റ് ഒന്ന് ആവി പിടിക്കാം കേട്ടോ. എൻ്റെ മുഖത്തോട്ട് എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ്ട് ആ ഒരു മുഖത്തേട്ട് ആ ഒരു ആവി ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ മുഖത്തെ ആ ഒരു പോർസൊക്കെ ഒന്ന് ഓപ്പണായിട്ട് കുരുക്കളൊക്കെ ഒന്ന് വെളിച്ചാടും. നല്ല കേട്ടോ. ആഴ്ചയിൽ 2 ദിവസം ഈ ആവി പിടിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു മെത്തേഡാണ് കേട്ടോ മുഖം ഒന്ന് സെറ്റാവാൻ. ഗൈസ്, ആവിയെല്ലാം പിടിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് മുഖം ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിക്കും. അപ്പോൾ നമുക്ക് ഐസ് ക്യൂബ് എടുത്തിട്ടൊന്ന് സെറ്റാക്കാമേ, മുഖത്തൊന്ന് ഇടാം. ഇതൊരു കുഞ്ഞ് ഐസ് ക്യൂബ് എടുത്തിട്ട് നമുക്ക് മുഖത്ത് നല്ലോണം ഒന്ന് ഓക്കെ കേട്ടോ. ഗൈസ്, ഈ കുരുക്കളൊക്കെ കണ്ടു, ഇതെല്ലാം നമ്മുടെ എൻ്റെ മുഖത്ത് ഡാൻഡ്രഫ് ഉണ്ട്, അതിൻ്റെ കുരുക്കളാണ് കേട്ടോ. ആദ്യം അത് കളയാതെ ഒരു രക്ഷയില്ല. ഇങ്ങനെ തന്നെ എന്തോ ഒരു സുഖം, ഫ്രഷ്ലി ഫീൽ ചെയ്തു. ഓക്കേ, സോ അടുത്തതായിട്ട് നമുക്ക് ഈ മുടി ഒന്ന് അഴിച്ചിട്ട് ഒന്ന് തോർത്തിയിട്ട് ഒരു സിറം കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു ഹെയർ സിറം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുഖം നമ്മുടെ ഈ മുടിയിൽ മറ്റേ ഞാൻ നമ്മുടെ എന്തായിരുന്നു കടുക് ഇട്ടിട്ട് നല്ലോണം പുകഞ്ഞിരിക്കുകയാണ്. ഇപ്പം പുകച്ചിലൊക്കെ മാറട്ടെ, ആദ്യത്തെ ഒരു സമയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തായാലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഈ സിറം കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോഴത്തേക്കിനും മുടിയൊക്കെ ഒന്ന് സെറ്റാവും, ഹെൽത്തി ഫീലാവും. മുടിയിൽ സിറം അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം എല്ലായിടത്തും ഒന്ന് പിടിക്കും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് മുഖത്തൊരു സിറവും കൂടി അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ പരിപാടി വൈകിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മുഖത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ ഒരു ഫേസ് സിറം കൂടി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ചേഞ്ചസ് മനസ്സിലാകുന്നുണ്ട്, മുഖം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സിറവും കൂടി ഞാൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്തൊരു മുഖത്തൊരു കാര്യം ചെയ്താലും ഒരു സിറം ലാസ്റ്റ് സിറമോ മോയ്സ്ചറൈസറോ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അത് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുഖം ചിലപ്പം ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ അങ്ങനെ. അപ്പം
നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മാറ്റണ്ട, നമുക്ക് വേണ്ടി ഒരു ദിവസം മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അത് നല്ലതായിട്ട് നമ്മുടെ ബോഡിക്കും മനസ്സിനൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒരു ദിവസം മാറ്റി വെച്ചിട്ട് ചെയ്യാം. നല്ലോണം ഫുഡ് കഴിക്കുക, ഉറങ്ങുക, എന്താ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ബൈ പറയാം. അയ്യോ അമ്മേ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ, എല്ലാവരും ലൈക്ക് ചെയ്യുക പറ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ കാണിച്ചേ, പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ 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 ബൈ.